ഇംഗ്ലീഷിലെ സെക്കൻഡ് ലെസൺ ആണ് ലെഷർ. വിശ്രമ സമയം, ഫ്രീ ടൈം. നമുക്ക് വിശ്രമ സമയം വേണം, ഫ്രീ ടൈം വേണം എന്നാണ് ഈ പാഠത്തിലൂടെ ആ കവി നമ്മളോട് ആവശ്യപ്പെടുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് അല്പമൊന്നു മാറി വിശ്രമിക്കാനും പ്രകൃതിയെ ശ്രദ്ധിക്കാനും മനുഷ്യന് നേരം കിട്ടണം, ഇല്ലെങ്കിൽ അവന്റെ ജീവിതം ദരിദ്രമാണ്. ഇതാണ് കവിയുടെ ആശയം. വില്യം ഹെൻറി ഡേവിസ് എന്ന വെൽഷ് പോയറ്റാണ് നമ്മുടെ എഴുത്തുകാരൻ. വില്യം ഹെൻറി ഡേവിസ് was a Welsh poet and writer. He spent a significant part of his life as a tramp. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ ഭാഗവും ഒരു ട്രാമ്പിന്റെ ജീവിതമാണ് നയിച്ചത്. എന്താണ് ട്രാമ്പ്? അലഞ്ഞു നടക്കുന്നയാള്, നാടോടി. ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കുറെ നാള് യുണൈറ്റഡ് കിങ്ഡത്തിലും, അതായത് ബ്രിട്ടനിലും, പിന്നെ കുറെ നാള് അമേരിക്കയിൽ. പക്ഷേ became one of the most popular poets of his time. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ കവികളിൽ ഒരാളായി അദ്ദേഹം മാറി. The principal themes in his work are observations about life's hardships. അദ്ദേഹത്തിന്റെ കൃതികളിലെ മുഖ്യമായ പ്രമേയങ്ങൾ, തീം എന്താണ്? പ്രമേയം, പ്രധാന ചർച്ചാ വിഷയം എന്താണെന്നറിയാമോ? ഒബ്സർവേഷൻസ് അബൌട്ട് ലൈഫ്സ് ഹാർഡ്ഷിപ്സ്. ഒബ്സർവേഷൻ, നിരീക്ഷണം. ഒബ്സർവേഷൻസ് അബൌട്ട് ലൈഫ്സ് ഹാർഡ്ഷിപ്സ്, ജീവിതത്തിന്റെ കഷ്ടതകളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ. ദ വേസ് ഇൻ വിച്ച് ദ ഹ്യൂമൻ കണ്ടീഷൻ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ നേച്ചർ. മനുഷ്യന്റെ അവസ്ഥകള്, സങ്കടവും ദേഷ്യവും അതുപോലെ തന്നെ സന്തോഷവും ആഹ്ലാദവും എല്ലാ വികാരങ്ങളും പ്രകൃതിയിൽ റിഫ്ലക്റ്റ് ആവുക, പ്രതിഫലിക്കുക. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തീംസ്. ഇനി നമുക്ക് മറ്റ് കവിതയുടെ വരികളിലേക്ക് നോക്കാം. ഇതാണ് കവിതയുടെ വരി. വാട്ട് ഈസ് ദിസ് ലൈഫ് ഈ ഫുൾ ഓഫ് കെയർ. നിറയെ ഉത്കണ്ഠകളാണെങ്കിൽ എന്തോന്ന് ജീവിതം. കെയർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്കണ്ഠ, ആകുലത എന്നൊക്കെയാണ് അർത്ഥം. ഉത്കണ്ഠ, ആകുലത അല്ലെ. കെയർ, ഓവർ കെയർ എന്നൊക്കെ പറയില്ലേ, അമിതമായ ഉത്കണ്ഠ. അത് ജീവിതം നിറയെ അമിതോത്കണ്ഠകളാണെങ്കിൽ പിന്നെ ജീവിതത്തിന്റെ രസം നഷ്ടപ്പെടും. വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. അല്പനേരം പോലും നമുക്ക് നിൽക്കാനും, നമുക്ക് സ്റ്റെയർ ചെയ്യുക. എന്താ സ്റ്റെയർ ചെയ്യുക? കണ്ണു ചിമ്മാതെ ഒരു വസ്തുവിലേക്ക് നോക്കുന്നതിനെയാ സ്റ്റെയർ ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് അല്പനേരം പോലും നിൽക്കാനും കണ്ണു ചിമ്മാതെ നിർനിമേഷരായി നോക്കി നിൽക്കാനും മനുഷ്യന് സമയമില്ലെങ്കിൽ നോ ടൈം ടു സ്റ്റാൻഡ് ബെനീത്ത് ദ ബോസ്. ബെനീത്ത് എന്താണ് അർത്ഥം? താഴെ, കീഴെ, അടിയിൽ എന്നൊക്കെയാണ് അർത്ഥം. നോ ടൈം ടു സ്റ്റാൻഡ് ബെനീത്ത് ദ ബോസ് ഇല്ലേ. ബോ എന്താണ്? ബവർ, വള്ളിക്കുടില്, പച്ചില ചാർത്തുകളുടെ മരത്തണലിന്റെ ചോട്ടില് ഇത്തിരി നേരം പോലും നിൽക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഫുൾ ഓഫ് ടെൻഷനും കെയറുമാണ്. ജോലി തിരക്കും മറ്റ് ജീവിത തിരക്കുമാണെങ്കിൽ ഒരു കാര്യവുമില്ലെന്ന് പറയാണ്. വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ ആസ് ലോങ് ആസ് ഷീപ്പ് ഓർ കൗസ്. ആടും പശുവും കണ്ണു ചിമ്മാതെ പ്രകൃതിയെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? സ്റ്റെയർ, STAR, സ്റ്റെയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധയോടെ കണ്ണു ചിമ്മാതെ നോക്കുക. ആസ് ലോങ് ആസ് എന്ന് വെച്ചാൽ അത്ര നേരം പോലും. ഷീപ്പ് ഓർ കൗസ്, ഷീപ്പ് എന്താണ്? ആടുകള്. ഇപ്പോൾ ഷീപ്പ് ഒരാടാണെങ്കിലും ഒന്നിലേറെ ആടുകളാണെങ്കിലും ഷീപ്പ് എന്ന് തന്നെയാ പറയാ. ഷീപ്സ് എന്ന് പറയലില്ല ഇംഗ്ലീഷില്. ഷീപ്പ് ഒരേ സമയം പ്ലൂരലുമാണ്, സിംഗുലറുമാണ്. ആസ് ലോങ് ആസ് ഷീപ്പ് ഓർ കൗസ്. ആടിനും പശുവിനും പറ്റുന്നത്ര നേരം പോലും നമുക്ക് ശ്രദ്ധിക്കാൻ, പ്രകൃതിയിലേക്ക് കണ്ണു ചിമ്മാതെ നോക്കാൻ നേരമില്ലെങ്കിൽ. നോ ടൈം ടു സീ വെൻ വുഡ്സ് വി പാസ്. നമ്മൾ കടന്നു പോകുന്ന വഴിയോരത്തെ മരങ്ങള് കാണാനായിട്ട് നമുക്ക് സമയമില്ല എങ്കിൽ നമ്മുടേത് തിരക്ക് പിടിച്ച ഒരു ജീവിതമാണെങ്കിൽ, വുഡ്സ് എന്നും അതിന് മരങ്ങളെന്നും മരച്ചില്ല തടിക്കഷ്ണങ്ങളെന്നും അല്ലെങ്കിൽ വൃക്ഷത്തോപ്പ് എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ എന്താ അർത്ഥം? ഇവിടെ വുഡ്സ് എന്നതിന് വൃക്ഷത്തോപ്പുകൾ, സുന്ദരമായ വൃക്ഷത്തോപ്പുകൾ നമ്മൾ കടന്നു പോകും, പാസ് ചെയ്തു പോവുക, കടന്നു പോവുക. അപ്പോഴൊക്കെ അത് കാണാനായിട്ട് നേരെയില്ല എങ്കിലോ? അവിടെ സ്ക്വിറൽസ് ഹൈഡ് ദെയർ നട്ട്സ് ഇൻ ഗ്രാസ്. ശ്രദ്ധിച്ചു നോക്കിയാൽ അണ്ണാനുകള്, കായ്കനികള് മഞ്ഞുകാലത്തേക്ക് സൂക്ഷിപ്പായിട്ട് പുൽത്തകടിക്കടിയിൽ മാളങ്ങളുണ്ടാക്കി, ബറോസ് ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടാവാം. സ്ക്വിരല്, അണ്ണാന്, SQUIRREL, സ്ക്വിരൽ. ഹൈഡ് ചെയ്യുക. ഹൈഡ് എന്ന് പറഞ്ഞാൽ
ഒളിച്ചു വയ്ക്കുക, സൂക്ഷിച്ചു വയ്ക്കുക, മറ്റാരും കാണാതെ മറച്ചു വയ്ക്കുക, ഇത് കണ്ണാനുകൾ ചെയ്യും. അതൊക്കെ കാണാൻ നേരമില്ല എങ്കിൽ നോ ടൈം ടു ടേൺ അറ്റ് ബ്യൂട്ടീസ് ഗ്ലാൻസ്. ബ്യൂട്ടി എന്താണ്? സുന്ദരി, സൗന്ദര്യം എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ബ്യൂട്ടി എന്നതിന് സുന്ദരി എന്നാണ് അർത്ഥം. എങ്ങനെ മനസ്സിലായി? ക്യാപിറ്റൽ ലെറ്റർ ബി ഉപയോഗിച്ചിരിക്കുന്നു. സാധാരണ ഇടയ്ക്ക് വെച്ച് ക്യാപിറ്റൽ ലെറ്റർ ബി ഉപയോഗിക്കാറില്ല, പക്ഷെ ഇവിടെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. അതിൽ നിന്ന് അതൊരു മനുഷ്യ വ്യക്തിയെയാണ്, സുന്ദരി എന്ന അർത്ഥത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോ ടൈം ടു ടേൺ അറ്റ് ബ്യൂട്ടി. ടേൺ, തിരിയുക. ആ സുന്ദരിയുടെ ഗ്ലാൻസിലേക്ക് ഒന്നും തിരിയുക. എന്താ ഗ്ലാൻസ്? ഒളിനോട്ടം. സുന്ദരി നമ്മളെ ഇങ്ങനെ ഒളിഞ്ഞ് ഇങ്ങനെ പാളി നോക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും മുഖം കൊടുക്കണ്ടേ? അതിന് മനുഷ്യന് നേരെയില്ല. ആരാണ് സുന്ദരി? പ്രകൃതി എന്ന സുന്ദരി. ആൻഡ് വാച്ച് ഹെയർ ഫീറ്റ് ഹൗ ദേ ക്യാൻ ഡാൻസ്. അവളുടെ പാദങ്ങൾ നോക്കാൻ നമുക്ക് നേരമില്ല. അവ എത്ര ഭംഗിയായാണ് നൃത്തം വയ്ക്കുന്നത് എന്ന് വാച്ച് ചെയ്യണ്ടേ? WATCH, വാച്ച്, നോക്കുക. ആൻഡ് വാച്ച് ഹെയർ ഫീറ്റ്. ഫീറ്റ്, ഫൂട്ട് എന്ന് പറഞ്ഞ ഒരു പാദത്തിനെയാണ് നമ്മൾ ഫൂട്ട് എന്ന് പറയുന്നത്. FOOT, ഫൂട്ട്. എന്നാൽ ഒന്നിലേറെ പാദങ്ങളാണെങ്കിലോ ഫീറ്റ്. ആൻഡ് വാച്ച് ഹെയർ ഫീറ്റ് ഹൗ ദേ ക്യാൻ ഡാൻസ്. അവ എങ്ങനെയാണ് നൃത്തം ചെയ്യുന്നത് എന്ന് നോക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ. നോ ടൈം ടു വെയിറ്റ് ടിൽ ഹെർ മൗത്ത് ക്യാൻ എൻറിച്ച് ദാറ്റ് സ്മൈൽ. അവളുടെ വായില് ആ പുഞ്ചിരി സമ്പന്നമാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ. എൻറിച്ച് ദാറ്റ് സ്മൈൽ ഹെയർ ഐസ് ബിഗാൻ. അവളുടെ കണ്ണുകള്, ഹെയർ ഐസ്, അവളുടെ കണ്ണുകളില് ആ പുഞ്ചിരി തുടങ്ങുന്നു. ആ തുടങ്ങുന്ന പുഞ്ചിരി, അപ്പൊ പ്രകൃതി എന്ന സുന്ദരിയുടെ കണ്ണുകളിലാണ് പുഞ്ചിരി തുടങ്ങുന്നത്. എവിടെയാണ് പുഞ്ചിരി തുടങ്ങുന്നത്? അവളുടെ കണ്ണുകളിലാണ് ആ സ്മൈല് ബിഗിൻ ചെയ്യുന്നത്, ഇൻ ഹെയർ ഐസ്. എന്നിട്ട് അത് എങ്ങോട്ടേക്കാണ് അത് എത്തുക? സമ്പന്നമായ ആ ചിരി പിന്നീട് എങ്ങോട്ടേക്ക് എത്തും? ടു ഹെയർ മൗത്ത്. അവളുടെ മൗത്തിലേക്ക് എത്തും, അവളുടെ ചുണ്ടുകളിലേക്ക് ആ പുഞ്ചിരി എത്താൻ. പക്ഷെ അല്പസമയം കഴിയും. അതുവരെ നോക്കാൻ, വെയിറ്റ് ചെയ്യാൻ. ടിൽ, ടിൽ, ടിൽ എന്ന വാക്കിന്റെ അർത്ഥം അതുവരെ. അതുവരെ വെയിറ്റ് ചെയ്യാൻ മനുഷ്യർക്ക് സമയമില്ല. നമ്മൾ തിരക്കിലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദരിദ്രമാണെന്ന് കവി പറയുന്നു. എ പുവർ ലൈഫ് ദിസ് ഈ ഫുൾ ഓഫ് കെയർ. ഇങ്ങനെ നിറയെ ഉത്കണ്ഠ പിടിച്ചൊരു ജീവിതമാണെങ്കിൽ വളരെ ദരിദ്രമായ ജീവിതമാണെന്ന് പറയുന്നു. വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. നമുക്ക് ഇത്തിരി നേരം പോലും നിൽക്കാനോ ശ്രദ്ധിക്കാനോ നമുക്ക് നേരമില്ലെങ്കിൽ. ഈ കവിതയില് in this poem, Lisha, the poet William Davis is telling us about our hectic life. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തെ കുറിച്ചാണ് കവി പറയുക. ഹെക്ടിക് അല്ലെ, തിരക്ക് പിടിച്ച. We have no time to admire the nature around us. നമുക്ക് ചുറ്റുമുള്ള നേച്ചറിനെ അഡ്മയർ ചെയ്യാൻ നമുക്ക് സമയമില്ല. We cannot even spare a few moments to stand under the branches of green trees. പച്ചമരച്ചോട്ടില്, പച്ചമരത്തിന്റെ ശാഖകൾക്ക് കീഴെ ഏതാനും നിമിഷങ്ങൾ പോലും നമുക്ക് അതിനു വേണ്ടി സ്പെയർ ചെയ്യുക, മാറ്റിവെക്കുക. അതിന് നമുക്ക് സമയമില്ല എങ്കിൽ ദ മൊമെന്റ് എന്താണ്? നിമിഷം. എ ഫ്യൂ മൊമെന്റ്സ്, ഏതാനും കുറച്ച് നിമിഷങ്ങൾ. വി ഹാവ് നോ ടൈം, നമുക്ക് സമയമില്ല. ടു അഡ്മയർ, അഡ്മയർ എന്ന് പറയുന്നത് പ്രശംസിക്കുക, പ്രകീർത്തിക്കുക എന്നൊക്കെയാണ്. നേച്ചറിന്റെ, പ്രകൃതിയുടെ, നമുക്ക് ചുറ്റുമുള്ള, എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാനും അതിനെക്കുറിച്ച് ഒന്ന് പ്രശംസിക്കാനും നമുക്ക് നേരമില്ല എങ്കിൽ. കാരണം ഗ്രീൻ ട്രീസ് ഉണ്ട്, പിന്നെ പച്ചമരച്ചോട്ടില് പ്രകൃതിയുടെ അനന്തമായ സൗന്ദര്യം ആസ്വദിച്ച്, നേച്ചറിന്റെ എൻഡ്ലെസ് ബ്യൂട്ടി. എന്താ എൻഡ്ലെസ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ? അനന്തമായ, അവസാനമില്ലാത്ത, അനർഗളമായ സൗന്ദര്യം എൻജോയ് ചെയ്യാൻ നമുക്ക് നേരെയില്ല എങ്കിൽ. ഈവൻ ദ ഷീപ്പ് ആൻഡ് കൗസ് ആർ ബെറ്റർ ദാൻ അസ്. ആടും പശുവും നമ്മളെക്കാളും മെച്ചമാണ്. എന്തില്? ഇൻ എൻജോയിങ് ലൈഫ്, ജീവിതത്തെ ആസ്വദിക്കുന്ന കാര്യത്തില്. വെൻ വി പാസ് ത്രൂ സം ഫോറസ്റ്റ്, ചില വനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഓർ കൺട്രി സൈഡ്, അല്ലെങ്കിൽ നാട്ടിൻപുറത്തൂടെ കടന്നു പോകുമ്പോൾ, വി ഡി നോട്ട് ഗെറ്റ് ടൈം ടു സ്റ്റോപ്പ് ഫോർ എ മൊമെന്റ്. നമുക്ക് ഒരു നിമിഷം നിൽക്കാനുള്ള സമയം കിട്ടില്ല. ടു എൻജോയ് ദ ബ്യൂട്ടീസ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട്. സോ ദ ഗ്രീനറി ആൻഡ് ട്രീസ് പ്രൊവൈഡ് എ സൂതിങ് ഇഫാക്ട് ടു അവർ ഐസ്. ആ ഗ്രീനറിയും മരങ്ങളും ഒക്കെ നമുക്ക് നൽകുന്നത് എന്താണ്? ഗ്രീനറി എന്ന പച്ചപ്പ്. ഗ്രീനറി ആൻഡ് ട്രീസ്, ആ പച്ചപ്പും മരങ്ങളും. പ്രൊവൈഡ് എന്താ അർത്ഥം? നൽകുക, നൽകുന്നു. എ സൂതിങ് ഇഫാക്ട്, സാന്ത്വനിപ്പിക്കുന്ന ഒരു ഫലം. സൂതിങ് ഇഫാക്ട്, ഒരു സമാശ്വാസത്തിന്റെ കുളിർമ നൽകുന്നു. ടു അവർ ഐസ്, നമ്മുടെ കണ്ണുകൾക്ക്. രണ്ട് വാക്കുകൾ ഇവിടെ എഴുതിയേക്കണം, നോക്കണേ.
എന്താണ്? ഷീപ്പ് എന്ന വാക്കിന്റെ പ്ലൂറൽ ഷീപ്പ് തന്നെയാണ്. ഗ്രീനറി, ഗ്രീൻ ഫോളിയേജ്, പച്ചില ചാർത്ത്, പച്ച വിതാനം, ഗ്രോയിങ് പ്ലാന്റ്സും വെജിറ്റേഷനും ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, മാളത്തിൽ അണ്ണാനുകള് നട്ട്സ് ഒളിപ്പിച്ചു വയ്ക്കും മഞ്ഞുകാലത്തേക്ക് വേണ്ടി അല്ലേ. അപ്പോ ആ ചിത്രമാണ് ഇവിടെ കാണിക്കുക. വി ആർ ഓൾവേസ് ഇൻ എ ഹറി, നമ്മൾ എപ്പോഴും തിരക്കില. ഓൾസോ വി കനോട്ട് ലുക്ക് അറ്റ് സ്മോൾ അനിമൽസ് ലൈക്ക് സ്കിരൽസ് കൺസീലിംഗ് ദെയർ ഫുഡ് ഗ്രെയിൻ ഇൻ ദ ഗ്രാസ് ഫോർ ദ വിന്റർ. ശൈത്യകാലത്തേക്ക് അവ ഭക്ഷ്യധാന്യങ്ങൾ ഫുഡ് ഗ്രെയിൻസ് സൂക്ഷിച്ച് കൺസീൽ ചെയ്യുക, ഒളിപ്പിച്ചു വയ്ക്കുക. കവിതയിൽ പറഞ്ഞേക്കണ ഹൈഡ് എന്നാണ് അല്ലേ. കൺസീൽ എന്നത് ഹൈഡ് എന്നതിന്റെ വേറൊരു വാക്കാണ്. ഒളിപ്പിച്ചു വയ്ക്കുക, മറച്ചു വയ്ക്കുക. ഫുഡ് ഗ്രെയിൻ, ഭക്ഷ്യധാന്യം. ഗ്രെയിൻ ധാന്യമാണെന്ന് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫുഡ് ഗ്രെയിൻ, ഭക്ഷ്യധാന്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കും. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വിന്റർ സീസണില് ഇര തേടി മഞ്ഞത്ത് പുറത്ത് നിറയെ മഞ്ഞ് വ്യാപിച്ച് കിടക്കുമ്പോൾ ഇറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ മാളത്തിൽ തന്നെ കഴിയുന്ന 2-3 മാസത്തേക്ക് മാളത്തിൽ തന്നെ കഴിയുന്ന സമയത്ത് കഴിക്കാനുള്ള ഉണങ്ങിയ കായകള്, നട്ട്സ് അവ സൂക്ഷിച്ചു വയ്ക്കും. പക്ഷേ ഇതൊക്കെ പ്രകൃതിയുടെ കൗതുകങ്ങളല്ലേ, രസങ്ങളല്ലേ. പക്ഷേ ഇതൊന്നും കാണാൻ തിരക്കുള്ള മനുഷ്യർക്ക് സാധിക്കുമോ? ഇല്ല. കൊച്ചുകുട്ടികളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കാം, അവർക്ക് ഇതൊക്കെ ഉത്സാഹവും ഉണ്ടാകും. പക്ഷേ ബിസി പീപ്പിൾ ഡു നോട്ട് ഹാവ് ടൈം ടു സീ ദിസ്. ഈ തിരക്ക് പിടിച്ച മനുഷ്യർക്ക് ഇതൊന്നും കാണാനായിട്ട് സമയം ഉണ്ടാവില്ല എന്നർത്ഥം. ബിസി പീപ്പിൾ. ഹിയർ ഇൻ ദിസ് പോയം, ഇവിടെ ഈ കവിതയില് ഹിയർ ഇൻ ദിസ് പോയം നാച്ചുറൽ ബ്യൂട്ടി ഈസ് പേഴ്സോണിഫൈഡ് ആസ് എ യങ് ബ്യൂട്ടിഫുൾ ഡാൻസിങ് ഗേൾ. നാച്ചുറൽ ബ്യൂട്ടിയെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ഒരു യങ് ബ്യൂട്ടിഫുൾ ഡാൻസിങ് ഗേൾ ആയിട്ടാണ്. ഹാവിങ് എ സ്മൈലിംഗ് ഫേസ്, അവൾക്ക് ഒരു പുഞ്ചിരിയുടെ മുഖമുണ്ട്. ബട്ട് വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ഫോർ എ മൊമെന്റ്, നമുക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ നേരമില്ല. ആൻഡ് ലുക്ക് കെയർഫുള്ളി അറ്റ് നേച്ചർ, പ്രകൃതിയെ ശ്രദ്ധാപൂർവ്വം നോക്കാൻ. ദാറ്റ് ക്യാൻ റിഫ്രഷസ്, അതിന് നമ്മളെ റിഫ്രഷ് ചെയ്യാൻ സാധിക്കും. എന്താണ് റിഫ്രഷ് ചെയ്യുക? നമ്മളെ നവോന്മേഷമുള്ളവരാക്കാൻ സാധിക്കും. പ്രകൃതിയുടെ ആ ഒറ്റ നോട്ടത്തിലൂടെ തന്നെ നമുക്കൊരു ഉണർവുണ്ടാകുമെന്ന് ചുരുക്കം. പോയറ്റ് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ്, എന്താ ഒപ്പീനിയൻ? അഭിപ്രായം. പോയറ്റ് ഈസ് ഓഫ് ദ, പോയറ്റ് ആരാണ്? കവി. കവി അഭിപ്രായക്കാരനാണ്. അതായത് വി ഹ്യൂമൻ ബീയിങ്സ് ഷുഡ് സ്പെയർ എ ലിറ്റിൽ ടൈം ടു ലുക്ക് അറ്റ് നേച്ചർ. നമ്മൾ മനുഷ്യര് അല്പസമയം മാറ്റിവെക്കണം. സ്പെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കണം. എ ലിറ്റിൽ ടൈം, അല്പസമയം. എന്തിന്? ടു ലുക്ക് അറ്റ് നേച്ചർ, പ്രകൃതിയെ നോക്കാനായിട്ട്. അതുപോലെ തന്നെ ആൻഡ് നാച്ചുറൽ ബ്യൂട്ടീസ്, പിന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ. സ്പ്രെഡ് അറൗണ്ട് us, നമുക്ക് ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന. ആൻഡ് എൻജോയ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാനും നമ്മൾ പഠിക്കണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ചോദ്യം. വൈ ഡസ് ദ പോയറ്റ് പിക്ക് അപ്പ് ദ എക്സാമ്പിൾ ഓഫ് ഷീപ്പ് ആൻഡ് കൗസ്? ആടിന്റെയും പശുവിന്റെയും ഉദാഹരണം കവി എന്തുകൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്? ഷീപ്പ് ആൻഡ് കൗസ് ആർ പീസ്ഫുൾ ആനിമൽസ്. ആടും പശുവും ഒക്കെ സമാധാനം ആഗ്രഹിക്കുന്ന ആനിമൽസ് ആണ് അല്ലെ. ടൈംഡ്, നമുക്ക് ഇണക്കി വളർത്താം. ടൈം ചെയ്യുക, ഇണക്കി വളർത്തുക. ഡൊമസ്റ്റിക്കേറ്റഡ് ഈസിലി, വീട്ടിലൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക മീൻസ് വീട്ടിൽ വളർത്തുക, എളുപ്പത്തിൽ വീട്ടിൽ വളർത്താം. ദേ ആർ സെൽഡം ഫൗണ്ട് മൂവിങ് ഇൻ എ ഹറി, അവ ഒരിക്കലും തിരക്ക് പിടിച്ചോടുന്നത് കണ്ടിട്ടില്ല. അൺലൈക്ക് മോസ്റ്റ് അനിമൽസ്, മിക്ക ആനിമൽസിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ. അൺലൈക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കൗസ് ആൻഡ് ഷീപ്സ് ഡു നോട്ട് അറ്റാക്ക് അതർ ആനിമൽസ്, മറ്റ് മൃഗങ്ങളെ അവ ആക്രമിക്കുകയില്ല. അൺലെസ് ഇറ്റ് ഈസ് ഫോർ സെൽഫ് ഡിഫെൻസ്, സ്വയം പ്രതിരോധത്തിനല്ലാതെ. ദേ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദർ ടൈം വിത്ത് നേച്ചർ. ഈ വരിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആടും പശുവും കൂടുതൽ സമയവും പ്രകൃതിയോടൊപ്പമാണ് ചെലവഴിക്കുക. അപ്പം അതിൻ്റെ ശാന്തതയാണ് ആ മൃഗങ്ങൾക്ക് എന്ന് കവി പറയുകയാണ്. നമ്മൾ മനുഷ്യർ പക്ഷേ പ്രകൃതിയിൽ നിന്ന് അകലും തോറും മനുഷ്യന് ശാന്തത കുറഞ്ഞവരാണ്. തിരക്ക് പിടിച്ച ലോകത്തേക്ക് പോകുന്തോറും മനുഷ്യന്റെ ആ പ്രകൃതിജന്യമായ ആ സ്വാഭാവിക ശാന്തത നഷ്ടപ്പെടുന്നു എന്ന് അഭിപ്രായം കവിക്കുണ്ട്. ഇത്രയും. ഇനി ബി, ക്യാപിറ്റൽ ലെറ്റർ ബി ഉപയോഗിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം. എന്താണ്? നോ ടൈം ടു ടേൺ അറ്റ് ബ്യൂട്ടീസ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ഈ ബി ഉണ്ടല്ലോ, അത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. എന്താ കാരണം? ബ്യൂട്ടി എന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഗേൾ എന്ന അർത്ഥത്തിലാണ്. വേണമെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യങ്ങളെയും ആവാം ബ്യൂട്ടി അല്ലേ. ബ്യൂട്ടി കുഡ് റെഫർ ടു ബോത്ത് ദ ബ്യൂട്ടീസ് ഓഫ് നേച്ചർ ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾ. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ബി ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാം അത് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന അർത്ഥത്തിലാണ് എന്ന്.